കേരളത്തിലെ ഏതാണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും ഉറക്കെ വിളിച്ച ഒരു പൊതുവായ മുദ്രാവാക്യമുണ്ട്. പോലീസ് എല്ലാം ഗുണ്ടകളല്ല, എന്നാലും ചില ഗുണ്ടകളുണ്ട്. കേരള പോലീസ് മാത്രമല്ല, ഇന്ത്യയിലെ മുഴുവൻ പോലീസ് സേനകൾക്കും ചേരുന്ന ഒരു വിശേഷണമാണ് ഈ മുദ്രാവാക്യം. കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ മുഴുവൻ ഇപ്പോൾ കേരളത്തിലെ പോലീസ് സേനയുടെ വഴിവിട്ട നടപടികൾ നിങ്ങളോട് പറയുന്ന ഈ ഘട്ടത്തിൽ ആ മാധ്യമങ്ങൾ നിങ്ങളോട് പറയാതെ മറച്ചുപിടിക്കുന്ന ചില വസ്തുതകളും കണക്കുകളുമുണ്ട്. ഇന്ന് പുറത്തു വരുന്ന പോലീസ് അതിക്രമ വാർത്തകളിൽ 90% പോലീസ് സ്റ്റേഷനിലെ തന്നെ CCTVയിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണ്. എന്നാൽ എന്നും നമ്മുടെ പോലീസ് സ്റ്റേഷനുകൾ CCTV നിരീക്ഷണത്തിൽ ആയിരുന്നില്ല. ആദ്യമായി കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ CCTV സ്ഥാപിക്കുന്നത് VS സർക്കാരിൻ്റെ കാലത്ത് കോടിയേരി ബാലകൃഷ്ണൻ എന്ന ആഭ്യന്തരമന്ത്രിയാണ്. തുടർന്ന് 2016 അധികാരത്തിലെത്തിയ ഒന്നാം പിണറായി സർക്കാരാണ് എല്ലാ സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളുടെയും എല്ലാ മുക്കിനും മൂലയ്ക്കും CCTV സ്ഥാപിക്കുന്നത്, അത് നിർബന്ധമാക്കുന്നത്. CCTV സ്ഥാപിക്കുക മാത്രമല്ല, ആ CCTV ദൃശ്യങ്ങൾ വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരികയും ചെയ്തു ഇടതുപക്ഷ സർക്കാർ. ഇങ്ങനെ CCTV ദൃശ്യങ്ങൾ വിവരാവകാശ നിയമപ്രകാരം ലഭിക്കുന്ന ഏക ഇന്ത്യൻ സംസ്ഥാനമായി കേരളത്തെ മാറ്റിയത് പിണറായി വിജയൻ എന്ന ആഭ്യന്തരമന്ത്രിയാണ്. ഇതുമാത്രമല്ല, 2011-16 കാലയളവിലെ UDF സർക്കാർ ഇടിയൻ പോലീസിന് സംരക്ഷണ കവചം ഒരുക്കിയപ്പോൾ 2016 അധികാരത്തിലെത്തിയ ഒന്നാം പിണറായി സർക്കാർ ആദ്യം സ്വീകരിച്ച നടപടികളിലൊന്ന് പോലീസ് സേനയെ ശുദ്ധീകരിക്കുക എന്നതായിരുന്നു. 2016 ശേഷം ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട 114 പോലീസുകാരെയാണ് സർവീസിൽ നിന്നും പുറത്താക്കിയത്. 504 കേസുകളിൽ പ്രതിയാക്കപ്പെട്ട പോലീസുകാരാണ് ഇടതുഭരണത്തിന് കീഴിൽ ശിക്ഷിക്കപ്പെട്ടത്. കേരള ചരിത്രത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയർന്ന കണക്കാണിത്. പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങൾ പറഞ്ഞു വയ്ക്കുന്നത് കേരളത്തിൽ പോലീസ് അതിക്രമം ആരംഭിക്കുന്നത് ഈ ഇടതുഭരണത്തിന് കീഴിലാണ് എന്ന നിലയിലാണ്. ഇനി അല്പം പിന്നിലേക്ക് പോകാം. കേരളം UDF ഭരിച്ച കാലത്തെ ചില വാർത്തകൾ നോക്കാം. 2013 സെപ്റ്റംബർ 4 മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്കെതിരെ സമാധാനപരമായി പ്രതിഷേധിച്ചു എന്ന കുറ്റത്തിന് ജയപ്രസാദ് എന്ന DYFI പ്രവർത്തകന്റെ ജനനേന്ദ്രിയം തുമ്പ പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് SI ആയ വിജയദാസ് ക്യാമറയ്ക്ക് മുന്നിൽ വെച്ച് തകർക്കുന്നത്. അതിനും ഒരു വർഷം മുമ്പാണ് 2012 മെയ് 30 കണ്ണൂരിൽ അന്ന് DYSP ആയിരുന്ന സുകുമാരൻ CPM പ്രവർത്തകൻ KV സുമേഷിന്റെ മലദ്വാരത്തിൽ കമ്പി കയറ്റിയ സംഭവം പുറം ലോകമറിയുന്നത്. ഈ രണ്ട് സംഭവങ്ങളിലും കുറ്റക്കാരായ പോലീസ് ഉദ്യോഗസ്ഥരെ പൊതിഞ്ഞ് സംരക്ഷിക്കുകയും പിന്നീട് സ്ഥാനക്കയറ്റം നൽകുകയുമാണ് ഉമ്മൻചാണ്ടി സർക്കാർ ചെയ്തത്. എന്നാൽ ഇന്ന് കാലം മാറി, ഭരണം മാറി. കുറ്റക്കാരെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തുന്ന മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി ഉണ്ടാകുന്നു. ചിലർക്ക് സസ്പെൻഷൻ, ചിലർക്ക് പണി തന്നെ നഷ്ടപ്പെടുന്നു. കസ്റ്റഡി കൊലപാതകത്തിന്റെ വാർത്തകൾ നമ്മുടെ നാട്ടിൽ കേൾക്കാതെയായി. എന്നിട്ടും ചില മാധ്യമങ്ങളെങ്കിലും ഈ വസ്തുതകൾ മറന്ന് സർക്കാരിനെ കരിവാരിത്തേക്കാനുള്ള ഓട്ടത്തിലാണ്. അതല്ലെങ്കിലും ക്ഷീരമുള്ള അകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന പഴയ പഴഞ്ചൊല്ല് നമ്മുടെ നാട്ടിലെ മാപ്രകളെ കണ്ടുകൊണ്ട് തയ്യാറാക്കിയതുപോലെയാണല്ലോ. എന്തായാലും കേരളം മാറി, കേരള പോലീസ്. ഇനിയും മാറാൻ തയ്യാറാവാത്ത പോലീസുകാർ ഉടൻ തന്നെ മറ്റു പണികൾ കണ്ടെത്തേണ്ടതായി വരും. കാരണം കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ നിങ്ങളെ സംരക്ഷിക്കില്ല എന്നത് ഉറപ്പാണ്.